ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോളാർ ഇൻസ്റ്റലേഷൻ ഒക്കെ ആണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പറയുന്നത് അല്ലേ. ഒരു സോളാർ പാനലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സ്പെസിഫിക്കേഷൻ. ഒന്നെന്താണ് VOC എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ടെർമിനൽ ഓപ്പൺ ആക്കിയിട്ടിട്ട് വെയിലത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ അക്രോസ് വരുന്ന മാക്സിമം വോൾട്ടേജ്. VOC എന്ന് പറഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എന്നാണ്. ഒരു 545 വാട്ട് പാനലൊക്കെ ആണെങ്കിൽ ഏകദേശം 45 വോൾട്ടാണ് അതിൽ VOC ഉണ്ടാവുക. അപ്പോൾ VOC എന്താണെന്നുള്ള ക്ലിയർ അല്ലേ? ഈ VOC നമ്മൾ അറിഞ്ഞിട്ടേ ആ സോളാർ കോൺഫിഗറേഷൻ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണക്ട് ചെയ്യുന്നത് ഒരു MPPT-യിലേക്കാണെങ്കിൽ അത് എക്സാമ്പിൾ 200 വോൾട്ട് VOC എന്നാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചുള്ള കപ്പാസിറ്റർ അതുപോലെ മോസ്ഫെറ്റ് ഒക്കെ 200 വോൾട്ട് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ 45 വോൾട്ടിൻ്റെ പാനലാണെങ്കിൽ മാക്സിമം 4 സീരീസ് കൊടുക്കാൻ പറ്റും. 5 ആയാലും എന്ത് പറ്റും? 200-ൽ കൂടുതൽ വോൾട്ടേജ് വരും. 200-ൽ കൂടുതൽ വോൾട്ടേജ് വന്നാൽ അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ VOC 45 ആണെങ്കിൽ ഒരു 200 വോൾട്ട് ഉള്ള MPPT-യിലെ സോളാർ ഇൻവെർട്ടറിലേക്കാണ് കൊടുക്കുന്നതെങ്കിൽ മാക്സിമം 4 പാനൽ സീരീസ് കൊടുക്കാൻ പാടുള്ളൂ. 5ാമത്തെ പാനൽ കൊടുത്താൽ 200 വോൾട്ട് എന്നുള്ള അതിൻ്റെ സ്പെസിഫിക്കേഷനിൽ കൂടുതൽ കൊടുത്താൽ ആ ഡിവൈസ് കേടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട VOC എന്നുള്ള ഒരു സ്പെസിഫിക്കേഷനാണ്. ക്ലിയർ അല്ലേ? VOC. ഇനി 2ാമത്തെ സ്പെസിഫിക്കേഷൻ ISC ആണ്. I എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട്, SC എന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? ഇത് ഫുള്ളായിട്ട് വെയിലത്ത് വയ്ക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് ഡയറക്റ്റ് ഷോർട്ട് ചെയ്താൽ അതിലൂടെ പോകുന്ന കറണ്ടാണ് ISC. അത് ഓരോ പാനലിനും ഓരോ രീതിയായിരിക്കും. എക്സാമ്പിൾ ഒരു 555 വാട്ട് പാനലാണെങ്കിൽ ഏകദേശം 12 ആംപിയറൊക്കെയാണ് അതിൻ്റെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഉണ്ടാകും. മനസ്സിലാവും? ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഏകദേശം 12 ആംപിയറൊക്കെയാണ് ഉണ്ടാകും. ഓക്കെ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പാനൽ ഷോർട്ട് ചെയ്താൽ ഇത്ര കറണ്ടേ വരുള്ളൂ എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഈ MPPT പോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, MPPT-ൻ്റെ കാര്യം പിന്നെ പറയാം. ഇപ്പോൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്നുള്ള 2ാമത്തെ സ്പെസിഫിക്കേഷൻ മനസ്സിലായല്ലോ. ഡയറക്റ്റ് ഷോർട്ട് ചെയ്താൽ പോകുന്ന മാക്സിമം കറണ്ട്. അത് ഷോർട്ട് ചെയ്തിട്ടെന്ന് വെച്ചിട്ട് പാനൽ കേടാവില്ല, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഇതാണ്. കാരണം MPPT ഒക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം കറണ്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത് ഓൾമോസ്റ്റ് ഈ ISC-ൻ്റെ അടുത്ത് വരെ എത്തും. അതുകൊണ്ട് തന്നെ പാനൽ ഷോർട്ട് ചെയ്തിട്ടെന്ന് വെച്ചിട്ട് കേടാവുമൊന്നുമില്ല. മനസ്സിലാവും? അപ്പോൾ ISC VOC രണ്ടും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ബേസിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ ഈ വോൾട്ടേജ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്താണ്? ഇതിൻ്റെ അകത്ത് സോളാർ പാനലിൻ്റെ അകത്ത് എന്താണ്? സിലിക്കൺ ഫോട്ടോ സെല്ലാണുള്ളത്. എന്ന് വെച്ചാൽ അത് ഒരു PN ജംഗ്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ മോൾ ഭാഗത്ത് N-ഉം താഴെ P-യും ആയിട്ടുള്ള PN ജംഗ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെല്ല്. ഫോട്ടോ സെൽ എന്ന് പറഞ്ഞാൽ PN ജംഗ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ കിട്ടുന്ന വോൾട്ടേജ് ഒരു സിലിക്കൺ ഡയോഡിൻ്റെ ഫോർവേഡ് ഡ്രോപ്പ് എത്രയാണ്? 0.7 ആണ്. പ്രാക്ടിക്കലി നമുക്ക് കിട്ടാം 0.6 ആണ്. 0.6 വോൾട്ടാണ് ഏകദേശം. മനസ്സിലായോ അല്ലേ? അപ്പോൾ അതിന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? 0.6 വോൾട്ടാണ്. ഇവിടെ 45 ഉണ്ടെന്ന് വെച്ചതിൻ്റെ മീനിങ് എന്താ? 45/0.6. അത്രയും സെല്ലുകൾ ഇതിൽ സീരീസ് ആയിട്ടാണ് കണക്ഷൻ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? അത്രയും സെല്ലുകൾ 45/0.6. ഒരു സെല്ലിന് 0.6 ആണെങ്കിൽ 45/0.6 അത്രയും സെല്ലുകൾ സീരീസ് ആക്കിയിട്ടാണ് ഇത് കിട്ടുന്നത്. നമ്മൾ സോളാർ പാനൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഓരോ കറുത്ത കള്ളികളും ഓരോ സെല്ലാണ്. മനസ്സിലാവും? അപ്പോൾ അത്രയും സെല്ലുകൾ സീരീസ് ആയിട്ടാണ് ആ വോൾട്ടേജ് കിട്ടുന്നത്. അപ്പോൾ VOC എന്താണ്, ISC എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ ഒരു കാരണവശാലും ഇതിൽ കൂടുതൽ കറണ്ട് ഉണ്ടെങ്കിൽ, എക്സാമ്പിൾ മിസ്റ്റേക്ക് ആക്കി ആരെങ്കിലും എന്തെങ്കിലും തെറ്റായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, മുമ്പ് ഇവിടെ സംഭവിച്ച കാര്യമാണ്. എന്താണ്? ബാറ്ററി എടുത്തിട്ട് ശരിക്കും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ഇത് പോസിറ്റീവാണ്. ഇത് കൊടുത്ത് തിരിച്ചായിപ്പോയി. ബാറ്ററീൻ്റെ പ്ലസ് താഴെയും കൊടുത്തു, മൈനസ് ഇവിടെയും കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി? ബാറ്ററീൻ്റെ വോൾട്ടേജും പ്ലസ് ഈ പാനലിൻ്റെ ഈ ഡയറക്ഷനിലെ പാനൽ കറണ്ട് വരുള്ളൂ. ഇത് ഇത്രയും ഡയോഡുകളാണ്, റിവേഴ്സ് കറണ്ട് പോകില്ല. അപ്പോൾ ഫോർവേഡ് ഡയറക്ഷനിലേക്ക് ഒന്നും കൂടി പവർ കൂട്ടുന്ന രീതിയിൽ ഹൈ കപ്പാസിറ്റി ബാറ്ററിയും കൂടി കണക്ട് ചെയ്തപ്പോൾ എന്ത് പറ്റി? 75 ആംപിയറൊക്കെ കറണ്ട് പോയി. അങ്ങനെ ആ പാനലിൻ്റെ കണക്ടറൊക്കെ തട്ടിപ്പോയി. അതാണ് സംഭവിച്ചത്. സിലിക്കൺ സെല്ല് പോകാൻ ചാൻസ് കുറവാണ്, പക്ഷെ അതിൻ്റെ ജോയിൻ്റൊക്കെ കേടായി. അപ്പോൾ ഒരിക്കലും അങ്ങനത്തെ ഒരു പന്തികേട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നോക്കിക്കൊണ്ട് നിൽക്കാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ISC എന്നുള്ള സ്പെസിഫിക്കേഷനാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എങ്ങനെ പോയാലും അതേ കറണ്ട് പോകാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഒരു സെക്കൻഡ് പോലും വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനത്തെ അശ്രദ്ധ അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് ഭയങ്കര നഷ്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായി പറഞ്ഞത്?
സ്പെസിഫിക്കേഷൻ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ മുമ്പുണ്ടായ ഒരു ഇൻസ്റ്റലേഷനിൽ ഉണ്ടായിട്ടുള്ളൊരു ചെറിയ മിസ്റ്റേക്ക്, പറ്റിയ ഒരു മിസ്റ്റേക്ക്. നമ്മൾ അവിടെ 3 പാനലാണ് കണക്ട് ചെയ്തിരുന്നത്. 3 45 വോൾട്ടിൻ്റെ പാനലാണ് കണക്ട് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും പ്ലസ് സീരീസ് ആക്കി കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഒരേ ഡയറക്ഷൻ പ്ലസ് ആയിട്ടാണ് വേണ്ടത്. ശരിക്കും VOC കിട്ടേണ്ടത് ഏകദേശം 150 താഴെയാണ് അല്ലേ. അവിടെ അന്ന് കിട്ടിയത് എത്രയാണ്? ഏകദേശം 45ആണ്. അപ്പോഴേ നമ്മൾ ആലോചിക്കണം അതിൽ എന്തോ കുഴപ്പമുണ്ട് കണക്ഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസ് ഇവിടെ കിട്ടിയത് 45ആണ് നമുക്ക് ഫൈനൽ ഔട്ടിൽ കിട്ടിയത്. ഓക്കെ, ഈ ഫൈനൽ ഔട്ടിൽ 45 കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് എന്തൊക്കെ കാരണമായിരിക്കും ഉണ്ടാവുക? ഒന്ന്, കണക്ഷൻ എന്തെങ്കിലും കറക്റ്റ് അല്ലാതെ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ കണക്ഷൻ കറക്റ്റ് ആണോ നമ്മൾ നോക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഷോർട്ട് ചെയ്തു, അതിലൂടെ പോകുന്ന കറണ്ട് എത്രയാണെന്ന് നോക്കി. അതാ പറഞ്ഞ പോലെ 10 ആമ്പിയർ 12 ആമ്പിയർ പോയി. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? കണക്ഷൻ എല്ലാ കണക്ടറും എല്ലാ ജോയിൻറ്റും ഓക്കെയാണ്. ജോയിൻ്റ് ഓക്കെയാണെന്ന് അവിടെ മനസ്സിലായി. പിന്നെ ജോയിൻറ്റിന് ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല, വയറിൻ്റെ കണക്ഷൻ ഡൗട്ട് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? കറണ്ട് ഫുള്ള് പോകുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും കാരണം? പിന്നെ പൊളാരിറ്റി തിരിഞ്ഞതാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ മൈനസ് കൊടുത്തു, ഇവിടെ പ്ലസ് കൊടുത്തു, ഒരു പാനൽ തലതിരിച്ച് കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി? ഒന്ന് -45 ഒന്ന് +45 തമ്മിൽ ക്യാൻസലായി. ആകുമ്പോൾ ഇത് 0, നെറ്റ് എഫക്റ്റ് 0 വോൾട്ടേജ്. നമുക്ക് FTയിൽ കിട്ടിയ 45 വോൾട്ട്. ഇതാണ് അതിൻ്റെ പോസിബിലിറ്റി. അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. മനസ്സിലാവും? അങ്ങനെയാണ് ഇൻസ്റ്റലേഷൻ സമയത്ത് ഈ VOCയും ISC എല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടേ കണക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലാവും? ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. കൃത്യമായിട്ടല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. കസ്റ്റമർ വലിയ പൈസ ചിലവാക്കിയിട്ട് പാനൽ വാങ്ങി വയ്ക്കും, റിസൾട്ട് ഇല്ലെങ്കിൽ മിസ്റ്റേക്കാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലാവും? ഇപ്പോൾ VOC എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. ISC എന്താണെന്നുള്ളത് മനസ്സിലായി അല്ലേ. ഓക്കെ, ഒന്ന് പോസ് ചെയ്യും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം കേട്ടോ, പല കസ്റ്റമേഴ്സും അവിടെ നിന്നൊക്കെ കിട്ടിയ പാനലെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കണക്ട് ചെയ്യും. മനസ്സിലാവുന്നത്? അപ്പോൾ MPPT ഒക്കെ വെച്ചിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ 3 പാനൽ സീരീസ് ആയിട്ട് കൊടുത്താണ് കാണിച്ചത്. ഒന്നിൻ്റെ VOC 45, ഒന്നിൻ്റെ VOC 50, ഒന്നിൻ്റെ VOC 35. അങ്ങനെ പല ഇത് സീരീസ് ആക്കി കൊടുക്കുന്നതിന് കുഴപ്പമില്ല, ഈ ടോട്ടൽ വോൾട്ടേജ് ഇവിടെ കിട്ടും. പക്ഷേ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ISC ഷോർട്ട് സർക്യൂട്ട് കറണ്ട് സെയിം ആണോ എന്നാണ് നോക്കേണ്ടത്. ഒന്നിന് 12 ആമ്പിയർ ആണ്, ഒന്നിന് 8 ആമ്പിയർ ആണ്, ഒന്ന് 5 ആമ്പിയർ ആണെങ്കിൽ റിസൾട്ട് 5 ആമ്പിയർ ആയിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പാടില്ല. സീരീസ് കൊടുക്കുന്നതിന് പ്രശ്നമില്ല, പക്ഷേ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് സെയിം ആണോ എന്ന് നോക്കിയിട്ടാണ് സീരീസ് കൊടുക്കേണ്ടത്. അതല്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇനി വേണമെങ്കിൽ പാരലൽ കൊടുക്കുന്ന കേസിൽ പാരലൽ കൊടുക്കുന്നത് എന്താണ്? എല്ലാത്തിനും പ്ലസും എല്ലാ പ്ലസും ഷോർട്ട് ചെയ്യും, എല്ലാ മൈനസും ഷോർട്ട് ചെയ്യും. അങ്ങനെ പാരലൽ കൊടുക്കാം. പാരലൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താ? അവിടെ ഓരോന്ന് ഒന്ന് 10 ആമ്പിയർ ഒന്ന് 5 ആമ്പിയർ ആവുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇതിൻ്റെ VOC സെയിം ആയിരിക്കണം. ഒന്ന് 50 വോൾട്ടും ഒന്ന് 30 വോൾട്ടും ആണെങ്കിൽ ഒരിക്കലും പാരലൽ കൊടുക്കാൻ പാടില്ല. മനസ്സിലായോ? ഡാമേജ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്, പവറും ക്യാൻസലായി പോകാനുള്ള ചാൻസ് ഉണ്ട്. സെയിം VOC ആണെങ്കിൽ പാരലലായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? VOC സെയിം ആണെങ്കിൽ മാത്രമേ പാരലലായിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ISC സെയിം ആണെങ്കിൽ മാത്രമേ, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് സെയിം ആണെങ്കിൽ മാത്രമേ സീരീസ് ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായല്ലോ അല്ലേ? ഇതൊക്കെ നോക്കിയിട്ടാണ് സെറ്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ പറഞ്ഞ? ഏകദേശം ഓക്കെ അല്ലേ? നമ്മൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത്, ഇൻസ്റ്റലേഷൻ്റെ ടൈമിൽ സോളാർ പാനലിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ 25 വർഷമൊക്കെയാണ്. 25 വർഷമാണ്. ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന സിലിക്കണിൻ്റെ മെറ്റീരിയലാണ്. സിലിക്കൺ എന്ന് വെച്ചാൽ മണലിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ സിലിക്കണാണ്. അതിൻ്റെ പല ഫോമിലുള്ള ഇത് കാര്യങ്ങളാണ്. അപ്പോൾ സിലിക്കണിൻ്റെ ലൈഫ് 25 വർഷം എന്തായാലും കിട്ടും. അവിടെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്തുള്ള സീരീസ് ആയിട്ടുള്ള ജോയിൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, ജോയിൻറ്റുകളൊക്കെയാണ് പ്രശ്നം വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് കൃത്യമായിട്ടാണെങ്കിൽ പ്രശ്നം വരാനുള്ള ചാൻസ് ഇല്ല. പിന്നെ നമ്മൾ കണ്ട പാനൽ ഡാമേജ് ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിലിക്കൺ ഒരിക്കലും പോകില്ല, ഇതുകൊണ്ട് തന്നെ കേടാവില്ല. കണക്ഷൻസും മിക്കവാറും ഇവർ പറഞ്ഞ 25 വർഷം തന്നെ ഏകദേശം 25 വർഷം നിൽക്കുന്ന രീതിയിലൊക്കെ ഉള്ള മാനുഫാക്ചറിങ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇത് പ്രശ്നം പറ്റുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു അലൂമിനിയം ഫ്രെയിമിലേക്ക്
ഈ ഫോട്ടോ സെല്ലുകളെല്ലാം കൂടെ വെച്ചിട്ട് സീരീസ് കണക്ഷനൊക്കെ കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് വെച്ചിട്ട് വാക്വം ചെയ്ത് ഫിക്സ് ചെയ്യാണ് ചെയ്യുക. അതിൻ്റെ ബാക്കിൽ ഒരു ഷീറ്റൊക്കെ വെച്ചിട്ട് അത് ലാമിനേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് അവസാനം ഫിക്സ് ചെയ്യുന്നത് ഒരു അലൂമിനിയം ഫ്രെയിമിലേക്കാണ്. ഈ അലൂമിനിയം ഫ്രെയിമിൽ നമ്മൾ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ വെയിലും മഴയും കൊണ്ട് കിടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ എഡ്ജ് ഗ്ലൂ ചെയ്ത് ഫിക്സ് ചെയ്യാണ് ചെയ്യുക. ഈ ഗ്ലാസും അലൂമിനിയം തമ്മിൽ ഗ്ലൂ ചെയ്തിട്ടാണ് ഫിക്സ് ചെയ്യുക. മനസ്സിലാവും? അപ്പോൾ ഈ ഗമ്മ് സോഫ്റ്റായിപ്പോവും, ഗമ്മ് വീക്കായിട്ട് ഇതിലൂടെ കുറേശ്ശെ വെള്ളം കയറും. അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഒരു സോളാറിൻ്റെ ഇൻസുലേഷന് 15 ഡിഗ്രി സ്ലോപ്പിലാണ് പാനൽ ഫിറ്റ് ചെയ്യേണ്ടതെന്നാണ്. ഓക്കെ, 15 ഡിഗ്രി സ്ലോപ്പ്, 15 ഡിഗ്രി സൗത്ത് ഡയറക്ഷനിലാണ് ശരിക്കും പാനൽ വെക്കേണ്ടത്. ഇന്ത്യയിൽ ഇൻസുലേഷൻ ആണെങ്കിൽ സൗത്ത് ഡയറക്ഷനിലേക്ക് 15 ഡിഗ്രി വെച്ചിട്ടാണ് പാനൽ വെക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ വെള്ളം എപ്പോഴും വന്നിട്ട് ഈ താഴത്തെ സൈഡിൽ നിൽക്കും. ഇങ്ങനെ ഒരിക്കലും വെക്കാൻ പാടില്ല കറക്റ്റ്, കാരണം ഫുൾ ടൈം വെള്ളം അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും. അതിൽ വെള്ളം കെട്ടിക്കിടക്കും. പാനലിൻ്റെ എഡ്ജിലുള്ള ഫ്രെയിമിൽ ആ ലെവലിൽ വെള്ളം കെട്ടിക്കിടക്കും. ഒരിക്കലും ഹൊറിസോണ്ടലായിട്ട് വെക്കാൻ പാടില്ല. വെക്കേണ്ടത് 15 ഡിഗ്രി സ്ലോപ്പിലാണ്. 15 ഡിഗ്രി സ്ലോപ്പിൽ വെക്കുന്ന കേസിലും വെള്ളത്തുള്ളികൾ ഒലിച്ച് ഈ താഴെ എത്തിയിട്ട് ഈ ഒരു സ്ഥലത്താണ് കൂടുതൽ വെള്ളം കയറാനുള്ള ചാൻസ് ഉള്ളത്. അത് വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ വെയിലും മഴയും ഒരു 5-6 വർഷം കൊണ്ട് കഴിയുമ്പോൾ അതിൻ്റെ എഡ്ജൊക്കെ സോഫ്റ്റായിട്ട് വെള്ളം ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇതൊക്കെ പവർ ജനറേറ്റ് ചെയ്യുന്ന സെല്ലുകളാണ്. ഇപ്പോൾ വെയിൽ വീണ് കഴിയുമ്പോൾ വെള്ളം കൂടി ഉണ്ടെങ്കിൽ അത് പവർ ഉള്ളിൽ ഷോർട്ടായിട്ട് ഡാമേജ് ആവുകയാണ് ചെയ്യുക, ഷോർട്ട് സർക്യൂട്ടായിട്ട് ഡാമേജ് ആവുകയാണ് ചെയ്യുക. കാരണം വെള്ളം പ്യുവർ വെള്ളം എന്ന് വെച്ചിട്ടുമാണ് അവിടെ അതിന് കണ്ടക്ടിവിറ്റി ഇല്ല, കറണ്ട് കണ്ടക്റ്റീവ് ഇല്ല. പക്ഷേ പാനലിൻ്റെ പുറത്തുള്ള അഴുക്കും പൊടി എല്ലാം കൂടിയൊക്കെ വരുമ്പോൾ കണ്ടക്റ്റീവായിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പോഴാണ് വെള്ളം കണ്ടക്ട് ചെയ്യുക. അതറിയാലോ, നല്ല വെള്ളം ഒരിക്കലും കണ്ടക്ട് ചെയ്യില്ല. അത് വെള്ളത്തിലുള്ള ഇമ്പ്യൂരിറ്റീസാണ് അതിനെ കണ്ടക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ കടൽ വെള്ളം എന്ന് പറഞ്ഞാൽ ഉപ്പാണല്ലോ, നല്ല കണ്ടക്റ്റീവായിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ഇൻസുലേഷനിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇൻസുലേഷനിലുള്ള അതിൻ്റെ മൗണ്ടിങ് ഒക്കെയാണ്. ഒരു പാനലാണെങ്കിൽ നമ്മൾ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ ഈ അറ്റത്തൊന്നും മൗണ്ട് ചെയ്ത് വയ്ക്കരുത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റിലൊക്കെ വയ്ക്കുമ്പോൾ കുറേ കാറ്റൊക്കെ അടിച്ച് കഴിയുമ്പോൾ കാറ്റത്ത് ഇതിങ്ങനെ ഷെയ്ക്ക് ചെയ്തിട്ട് ഇവിടെ സെൻറ്ററിൽ ഇങ്ങനെ ബെൻഡാവും. ഈ ഒരു ബോർഡാണെങ്കിൽ പോലും നമ്മളിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ചെറിയ ബെൻഡ് വരും. അപ്പോൾ അതേപോലെ ഈ അലുമിനിയം ഫ്രെയിമിൽ വെച്ചിരിക്കുന്ന ഗ്ലാസും കാറ്റത്ത് ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയുമ്പോൾ ഈ എഡ്ജിലുള്ള ഗ്ലൂ വിട്ടുപോകും. അപ്പോഴാണ്